ഇന്നലെ നിയമസഭയിൽ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിലെ സമൂഹത്തോടുള്ള ഒരു കൊടിയ അന്യായത്തിനും വലിയ അഴിമതിക്കുമുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. അതാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ നാട്ടിൽ മുഴുവൻ മദ്യം ഒഴുക്കാനും അതിന് നികുതി ഇളവ് കൊടുക്കാനുമുള്ള തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി കൊടുത്തിരുന്നു. അത് കൃഷിക്കാരെ സഹായിക്കാനാണ്. കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിശ്ചയിച്ച നികുതി വൈനിൻ്റെ അതേ നികുതിയാണ്. ഹോർട്ടി വൈൻ എന്ന ഒരു കാറ്റഗറി ചട്ടഭേദഗതിയിലൂടെ കൊണ്ടുവന്ന് വൈനിന് എന്താണോ നിലവിലുള്ള നികുതി അതിൽ കുറയ്ക്കാൻ തയ്യാറായില്ല. കൃഷിക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി കുറയ്ക്കണമെന്നുള്ളത്. പക്ഷേ ഹോർട്ടി വൈനിന് ഇപ്പോൾ നിലവിലുള്ള നികുതി തന്നെയാണ് ഹോർട്ടി വൈനിനും ഏർപ്പെടുത്തിയത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് ഉണ്ടാക്കുക. ഇപ്പോൾ കൃഷിക്കാരുടെ ഉൽപ്പന്നത്തിന് വിപണി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മദ്യത്തിനാണ് 10% വരെയുള്ളതിന് 120% നികുതി ആക്കി കുറച്ചത് 251. ഇപ്പോൾ അവർക്കത് വിൽക്കാം, തടസ്സമില്ല. പക്ഷേ 251% നികുതി കൊടുക്കണം. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ നികുതി നിരക്കായി 251% കൊടുക്കണം. അപ്പോൾ ഒരൊറ്റ കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു, ഈ വിപണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു. LDF ഗവൺമെൻറ്റിനെ അവർ സമീപിച്ചിരുന്നു. LDF സർക്കാർ ആ ആവശ്യത്തിന് വഴങ്ങിയില്ല. 251 നിന്ന് 120% നികുതി കുറച്ചു. 10% വരെ വീര്യമുള്ളതിന്, 20% വരെ വീര്യമുള്ളതിന് 175 കുറച്ചു. അപ്പോൾ ഈ കമ്പനിക്ക് വലിയ വിപണി കിട്ടാൻ സഹായിക്കുന്ന പോലെ കുടിക്കാം. അത് സുലഭമായി മാറും. വ്യാപകമായിട്ട് പുതിയ തലമുറ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന നില വരും. ഇതും വാങ്ങി പോക്കറ്റിലിട്ട് കോളേജിൽ വരുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര സുലഭമാവും. കാരണം ഇത് പ്രത്യേക തയ്യാറെടുപ്പൊന്നും വേണ്ട ഇത് ഉപയോഗിക്കാൻ. ഒരു ശീതളപാനീയം ഉപയോഗിക്കുന്ന പോലെ പൊട്ടിക്കുക, കുടിക്കുക. മദ്യത്തിനെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിയിരുന്നവരാണ് ഇപ്പോൾ മദ്യം സുലഭമാക്കി മാറ്റുന്നത്. ഇതിനാണ് മദ്യം ഒഴുക്കുക എന്ന് പറയുന്നത്. ഇത് കഴിക്കാൻ ബാറിൽ പോകേണ്ട ആവശ്യമില്ല. ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാം, അപ്പം തന്നെ നിന്നിടത്ത് നിന്ന് ഉപയോഗിക്കാം. ആ മദ്യം സുലഭമാക്കി അതിന് നികുതി ഇളവും കൊടുത്തു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന ധനകാര്യമന്ത്രി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ചുരുങ്ങിയത് 600 കോടി രൂപയുടെ നഷ്ടം ഈ നികുതി ഇളവിലൂടെ വരുത്തിയിട്ടുള്ളത്. LDF സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ അന്ന് ധനകാര്യമന്ത്രി എടുത്ത നിലപാട് ഇത് 2 കാരണങ്ങൾ കൊണ്ട് ദോഷകരമാണ്. ഒന്ന്, മദ്യം സുലഭമാവും, വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന നിലവരും. രണ്ടാമത്തെ കാര്യം, ഇത് സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കും എന്നാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ചെലവിൽ മദ്യം വ്യാപകമായി ഒഴുക്കി സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ബഹുമാന്യനായ ശ്രീ VD സതീശൻ വ്യക്തമാക്കേണ്ടി വരും എത്ര കിട്ടി എന്ന്, എത്ര കിട്ടിയത് കൊണ്ടാണ് ഈ ഇളവ് കൊടുത്തത് എന്ന്.